അതിലേറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അത്തസ്ദീഖു ബി വുജൂദിഹിം, അങ്ങനെ ഒരു സൃഷ്ടികളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ഗോളമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെ പ്രതീകമല്ല. നേരെ മറിച്ച് ആളുകളൊക്കെ വിശ്വസിച്ചൊരു കാര്യമാണ് ഐശ്വര്യത്തിൻ്റെ അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ചിഹ്നമാണ് മലക്കുകൾ എന്ന് വന്നതും, അഥവാ സൗന്ദര്യത്തിൻ്റെ രൂപമാണ് മലക്കുകൾ എന്നതും, അതുപോലെ തന്നെ മോശപ്പെട്ട രൂപമാണ് പിശാച് എന്നതും, അത് അങ്ങനെയുള്ള തിന്മകളുടെ പ്രതീകമാണ് പിശാച്, നന്മയുടെ പ്രതീകമാണ് മലക്കുകൾ എന്ന് വിശ്വസിച്ച ആളുകളുണ്ട്. ഇതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ സ്വയം കഴിവുകളില്ല. അവർക്ക് മരണമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ദിവ്യത്വം വാദിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമതായി ഈ വിഷയവുമായി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇൻസാലുഹും മനാസിലഹും, അള്ളാഹു അവർക്ക് അനുവദിച്ച സ്ഥാനമാണ് അവർക്ക് നൽകേണ്ടത്. മൂന്നാമത് ഇഅ്തിറാഫു ബി അമാലിഹിം, പ്രമാണങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് മലക്കുകളുടെ, അത് നമ്മൾ പഠിച്ചു വെക്കുകയും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരിൽ വഹിയെത്തിക്കുന്ന ദൂതന്മാരുണ്ട്, അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്ന ആളുകളുണ്ട്, സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ കാവൽക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഴ ചൊരിയുന്നവരുണ്ട്, മനുഷ്യകർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നവരുണ്ട്. ഇങ്ങനെയുള്ള ഖുർആനും ഹദീസും പഠിപ്പിച്ച കാര്യങ്ങൾ അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും പഠിച്ചു വെക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ മലക്കുകളെക്കുറിച്ച് പറയുമ്പോൾ, ആ വിഷയം പഠിക്കുമ്പോൾ അതിൻ്റേതായ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാരണം മലക്കുകൾ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ മലക്കുകൾ എന്ന വിഷയം ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ ആന്തോളനങ്ങൾ, പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.